ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീഡിങ് ആൻഡ് ലിറ്ററേച്ചർ പേപ്പറിലെ ഐഡൻറ്റിറ്റി കാർഡ് ബൈ എസ് ജോസഫ് ആണ് നോക്കുന്നത്. എസ് ജോസഫ് എന്ന് പറയുന്ന ഒരു മലയാളം പോയറ്റാണ്. പട്ടിത്താനം നിയർ കോട്ടയത്തിലാണ് ജനിച്ചത്. ആൻഡ് വിന്നർ ഓഫ് ദി 2012 കേരള സാഹിത്യ അക്കാഡമി അവാർഡ്. പിന്നെ നമ്മുടെ ഈ പോം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കെ സച്ചിദാനന്ദനാണ്. ഓക്കെ, അപ്പം ഈ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ദളിത് ലോ കാസ്റ്റ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പോമാണ്. അതേപോലെ നമുക്കറിയാം എസ് ജോസഫിനെ അദ്ദേഹത്തിനെ അറിയുന്നത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ് അല്ലേ. ഇനി നമുക്ക് പോമിലോട്ട് പോവാം. ഇൻ മൈ സ്റ്റുഡൻറ്റ് ഡേയ്സ് എ ഗേൾ കെയിം ലാഫിങ്. എൻ്റെ ആ സ്റ്റുഡൻറ്റ്, ആ കോളേജ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ ഒരു പെൺകുട്ടി വന്നു, എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചു. ഞങ്ങളുടെ ഹാൻഡ്സ് മെറ്റ് നീഡിങ് ഹെർ റൈസ് ആൻഡ് ഫിഷ് കറി. അപ്പം ഞങ്ങളുടെ കൈകൾ മെറ്റ് ചെയ്യുന്നത് എന്താണ്, ഈ മറ്റേ ചോറും ഫിഷ് കറിയും കുഴയ്ക്കുന്നതിലൂടെയാണ്. ഓൺ എ ബെഞ്ച് വി ബിക്കം എ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി. ഒരു ബെഞ്ചിലാണ് ഞങ്ങളിരുന്ന് പഠിച്ചത്. അപ്പം നമ്മുടെ പോയറ്റ് ഹിന്ദുവും ആ ഗേൾ എന്ന് പറയുന്നത് ക്രിസ്ത്യനുമാണ്. അപ്പം ഹിന്ദുവിൽ തന്നെ കുറേ കാസ്റ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ. അപ്പർ കാസ്റ്റ്, ലോ കാസ്റ്റിൽ തന്നെ ദളിത്. അപ്പോൾ ദളിത്താണ് അദ്ദേഹം. പിന്നെ ക്രിസ്ത്യൻ ഫാമിലീനെ നമ്മൾ അത്രയും കാസ്റ്റ് സിസ്റ്റം ഒന്നും കാണുന്നില്ല, ക്രിസ്ത്യൻ ഫാമിലിന്നേ ഉള്ളൂ. അപ്പം ഇവർ ഒരു ബെഞ്ചിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ അവരെന്താണ്, സ്ട്രോങ് തിക്ക് ലവിലായി മാറിയിരിക്കുകയാണ്. ഒരു ലവിലായി മാറിയിരിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പിലായിരിക്കുകയാണ്. അപ്പം ആ ഒരു സ്റ്റുഡൻറ്റ് ഡേയ്സിൽ പിന്നെ അവർ ഒരുമിച്ചായ ഒരു പാത്രത്തിൽ നിന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്. അതായത് ഈ ചോറും മീൻ കറിയും ഒക്കെ. അത് സൂചിപ്പിക്കുന്നത് അവർ ലവിലാണ് എന്നാണ്. അപ്പം ഈ പെൺകുട്ടി കൊണ്ടുവരുന്ന ഭക്ഷണമാണ് അവർ ഒരുമിച്ച് കുഴച്ച് കഴിക്കുന്നത്. അപ്പോൾ ഒരു ബെഞ്ചിൽ അവർ ഒരു ഫാമിലിയെ പോലെ ഹിന്ദു ക്രിസ്ത്യൻ ഫാമിലിയായി. ഐ വൈഡ് അവേ മൈ ടൈം റീഡിങ് നെരൂഡാസ് പോയട്രി. അപ്പം പോയറ്റിൻ്റെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, നെരൂഡയുടെയൊക്കെ പോയട്രി വായിച്ചാണ്. സോ നെരൂഡയുടെ പോയട്രി എന്ന് പറയുമ്പം ഒരു ചിലയൻ പോയറ്റാണ് നെരൂഡ. പാബ്ലോ നെരൂഡ എന്ന് പറയും. ഒരു റവല്യൂഷണറി റൈറ്ററാണ്. അതേപോലെ അദ്ദേഹം ഈ ലവ് പോം, സാഡ് ലവ് അങ്ങനെയൊക്കെയാണ് കൂടുതൽ. ഈ പ്രണയത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം കൂടുതൽ എഴുതുന്നത്. അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാൻ പോയിട്ട് ഇപ്പോൾ പ്രണയത്തിലാണ്. ആൻഡ് മീൻവൈ ഐ മിസ്പ്ലേസ്ഡ് മൈ ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഒന്നും അറിയാതെ മിസ്പ്ലേസ്ഡ് ആയിപ്പോയി, ലോസ്റ്റായി, നഷ്ടപ്പെട്ടു പോയെന്ന് തന്നെ പറയാം. ഐ നോട്ടീസ്ഡ് ഷീ സെഡ് റിട്ടേണിങ് മൈ കാർഡ്, ദ അക്കൗണ്ട് ഓഫ് യുവർ സ്റ്റൈപ്പൻഡ് ഈസ് എൻഡർ ദെയർ ഇൻ റെഡ്. അപ്പം ആ കാർഡ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അദ്ദേഹം നോട്ടീസ് ചെയ്തു ആ കാർഡ് കിട്ടിയത് അവൾക്കാണ്. ആ കാർഡ് കിട്ടിയത് ആ ക്രിസ്ത്യൻ ഫാമിലിയിലെ ആ പെൺകുട്ടിക്കാണ്. അപ്പം ആ കുട്ടി ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു, നിൻ്റെ ആ സ്റ്റൈപ്പൗണ്ട് എന്ന് പറയുന്ന ആ ഗ്രാൻഡ്, ഒരു തരത്തിൽ ഗ്രാൻഡ് കിട്ടുന്നു, ഈ ലോവർ കാസ്റ്റ് പീപ്പിൾസിനൊക്കെ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രാൻഡ് എൻ്റർ ചെയ്തിരിക്കുന്ന റെഡിലാണെന്നുള്ളത്. അപ്പം ഇതാ പെൺകുട്ടി ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഒരു ലോവർ ക്ലാസ്സിൽ പെടുന്നവനല്ലേ എന്നുള്ള രീതിയിൽ. പിന്നീട് ഈ പെൺകുട്ടി അവനോട് സംസാരിക്കുന്നത് നിർത്തിയെന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദിസ് ഡേയ്സ് പിന്നെ ഇത്രയും കാര്യമാണ് പാസ്റ്റിൽ നടന്നത്. ഇനി പ്രസൻറ്റ് നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ദിസ് ഡേയ്സ് ഐ നെവർ ലുക്ക് അറ്റ് എ ബോയ് ആൻഡ് എ ഗേൾ ലോസ്റ്റ് ഇൻ ദംസെൽസ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരിക്കലും ഒരു ബോയും ഗേളിനെയും അവരെ തന്നെ നഷ്ടപ്പെട്ട് ഇരിക്കുന്നതിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്ന് പറയാണ്. ദേ വിൽ ഡിപ്പാർട്ട് ആഫ്റ്റർ എ വൈൽ. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അകന്നോളും എന്നുള്ള രീതിയിൽ. ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് ഈവൻ ഇഫ് ദേ യുണൈറ്റ്.
അവർ ഒരുമിച്ചാൽ പോലും ഞാൻ അത്ഭുതപ്പെടാനൊന്നും പോകുന്നില്ല. ദെയർ ഐഡൻറ്റിറ്റി കാർഡ്സ് വോണ്ട് ഹാവ് സ്ക്രിബിളിംഗ് ഇൻ റെഡ്. അവരുടെ ഐഡൻറ്റിറ്റി കാർഡ്സിലൊന്നും സ്ക്രിബിളിംഗ് കാണത്തില്ല എന്ന് പറയും. റെഡ് വെച്ച് മാർക്ക് ചെയ്ത് കാണത്തില്ല. ഈ റെഡ് വെച്ച് മാർക്ക് ചെയ്യുന്നത് സ്റ്റൈപ്പണ്ട് കിട്ടുന്ന ഒരു ഒരു സംഭവമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പോയിറ്റിൻ്റെ ഐഡൻറ്റിറ്റി ആ പെൺകുട്ടിക്ക് അറിയാം. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ചെയ്തത്. സോ ഇപ്പോഴും ആ ഒരു കാസ്റ്റ് സിസ്റ്റം ലോ കാസ്റ്റ് അപ്പർ കാസ്റ്റ് എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതേപോലെ ഇതിനകത്ത് വരുന്ന തീംസ് എന്ന് പറയുമ്പോൾ തീം ഓഫ് സബാൾട്ടൻ മാർജിനൈസേഷൻ കാണാം അല്ലേ. മേജർ തീംസ് എന്ന് പറയുന്നത് തന്നെ ഡിസ്ക്രിമിനേഷൻ, സെക്യുലറിസം ആൻഡ് സബാൾട്ടൻ മാർജിനൈസേഷൻ ഒക്കെയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇപ്പം താങ്ക് യു.